നഷ്ടപ്പെട്ടു, രാജ്യവും നഷ്ടപ്പെട്ടു. എവിടെ പോണം? കാട്ടിൽ. അതിന് രാമൻ കൊടുക്കുന്ന മറുപടി എന്താണ്? ആർക്കെങ്കിലും അറിയോ? പറയാതെ നോക്കാതെ പറയാൻ പറ്റുമോ? രാമൻ അതിന് പെട്ടെന്ന് കൊടുത്തൊരു മറുപടി എന്താണ്? ഈ വരികളൊക്കെ നിങ്ങളുടെ തലയിൽ നിൽക്കണം. അപ്പോഴേ രാമായണം നിങ്ങൾ വായിക്കുന്നത്. എന്താ രാമൻ കൊടുത്ത മറുപടി? അറിയുന്നവരെത്ര പേരുണ്ട്? രാമൻ കൊടുത്ത മറുപടി എന്താണ്? നല്ല ആൾക്കാരാണ് നിങ്ങൾ, കർക്കിടകം തന്നെ വായിക്കണം നിങ്ങൾ രാമായണം. രാമൻ എന്ത് മറുപടിയാണ് കൊടുത്തത്? ഈ പ്രദേശങ്ങളിലൊന്നും രാമായണ വായന ഇല്ലേ? വർഷമൊന്നും വായന ഉണ്ടാവാറുണ്ടോ? രാമായണമൊന്നും വായിക്കാറില്ല. വായിക്കാറുണ്ട് അല്ലേ? നന്നായത്. അത് ഒരു അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു, മോളെ നീ ഒന്ന് വായിക്കട്ടെ, ഇവർക്ക് കാറ്ററാക്റ്റിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണ് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഈ മരുമകള് രാമായണം എടുത്ത് വായിക്കും. അവളെ MA മലയാളമൊക്കെയാണ്. ഇത്തം ഓരോന്ന് ചിന്തിച്ച നേരത്ത് രാമനും തോർത്തില്ല, ലക്ഷ്മണനും തോർത്തില്ല. അമ്മായിയമ്മ പറഞ്ഞു, അസത്തെ നിർത്ത് നിന്റെ വായന. അറ്റ്ലീസ്റ്റ് ആ ബോധെങ്കിലും നിനക്കുണ്ടാവണം. ഇവര് തോർത്തു കൊടുത്തിട്ടല്ല പോയതെന്ന്. ഇവര് രണ്ടുപേരും എന്ത് കൊടുത്തിട്ടാ പോയത്? മരുഭൂരി കൊടുത്തിട്ടാണ്. അപ്പൊ അവള് വായിക്കുന്നത് എന്താ വെച്ചാല്, വായിക്കുന്നിടത്ത് അവള് മുറിച്ചു വായിച്ചാണ്. രാമനും അത് ഓർത്തില്ല, ലക്ഷ്മണനും ഓർത്തില്ല എന്നാണ്. രാമനും ഓർത്തില്ല എന്നുള്ളിടത്ത് രാമനും എന്നുള്ളത് അങ്ങോട്ട് പോയാൽ പിന്നെ തോർത്തില്ല എന്നായി. അപ്പൊ ഇവരെന്താ തോർത്തു കൊടുത്തിട്ടാണോ പോയിരിക്കുന്നത് കാട്ടിലേക്ക്? ഇത് പറഞ്ഞ പോലെ ഇവിടെ നമ്മള് രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില വരികളുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. 910 9-10 വരികള്. അവിടെയാണ് താതന്നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. 2-ാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു, നീ 14 സംവത്സരം കാനനെ. കാണുന്നുണ്ടോ? 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടത് നിയോഗിപ്പാൻ മടിയുണ്ടു, മന്നവനിന്നത് ദുഃഖമാകുന്നതും. കണ്ടോ? ഇത് കഴിഞ്ഞിട്ട് എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിയിടിനാൻ. രാമനും ചൊല്ലി. എന്താ ചൊല്ലിയത്? ഇന്ന് അതിനെന്തൊരു വൈഷമ്യമായത്. അത് അണ്ടർലൈൻ ചെയ്യണം. ഇന്ന് അതിനെന്താണ് ഒരു വിഷമെന്നാണ്. ഇതിനെന്താ ഒരു വിഷമെന്നാണ്. മനസ്സിലായില്ലേ? അതായത് വളരെ ലാഘവത്തോടെ. ഇപ്പൊ ഒരാൾ നിങ്ങളോട് പറയണ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? അതിനെന്താ ഒരു ബുദ്ധിമുട്ട്? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പൊ അത്ര ഒരു ലാഘവത്തോടെയാണ് ഈ ഗുരുതരമായ പ്രശ്നത്തെ രാമൻ നേരിട്ടത്. അതായത് രാമന്റെ മനസ്സിൽ അല്പം പോലും ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാൻ, ഭയം സൃഷ്ടിക്കാൻ, വിഷമം സൃഷ്ടിക്കാൻ, വേദന സൃഷ്ടിക്കാൻ ആർക്ക് പറ്റിയില്ല? കൈകേയിക്ക് സാധിച്ചില്ല. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, ആ സീനൊന്ന് ആലോചിച്ചു. രാമായണം, രൺബീറിന്റെ രാമായണം മൂവി വരാൻ പോവുകയാണ്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെയായിരിക്കും. ബാഹുബലിക്ക് ശേഷം ഒരു വലിയ എത്രയാണ് 700 കോടി ബഡ്ജറ്റിന്റെ മൂവിയാണത്. അപ്പൊ അത്രയും ഒരു അതിന്റെ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർ മൂവി ഇറക്കുന്നത്. അപ്പൊ നോക്കൂ, ദശരഥ മഹാരാജാവ് തളർന്നു കിടക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു രംഗം. അച്ഛൻ വീണ് കിടക്കുകയാണ്. ആ അച്ഛനെ കാണുമ്പോൾ തന്നെ മനസ്സിൽ വിഷമമുണ്ടാവുമോ? ഉള്ളിൽ ഒരു തോന്നലുണ്ടാവില്ലേ? അച്ഛൻ ഈ അവസ്ഥ വരുത്തിയത് ഈ അമ്മയാണെന്നുള്ളത് ഉണ്ടാവില്ലേ? അതിന്റെ പുറമെ അമ്മ 2 വരം ചോദിക്കുമ്പോൾ ഇങ്ങനൊരു വാക്ക് പറയൽ അത്ര എളുപ്പമാണോ? അച്ഛന്റെ അവസ്ഥയും അമ്മയുടെ 2 വരങ്ങളും ഒരു സാധാരണ ഒരു മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുമോ? അവർക്ക് പറയും, ഇതാണ് ആത്മീയത എന്നുള്ളത്. ആത്മീയത കൊണ്ട് എന്താ നേടുന്നത്? ആത്മീയത എന്തിനാണ് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത്? ഞാനതൊക്കെ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞു, ശങ്കരാചാര്യസ്വാമികളുടെ ആ വരികൾ എപ്പോഴും ഓർക്കണം. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും ഓർക്കണം. എന്താണ്? പോയി അതെല്ലാം ഇന്നലത്തെ ഉച്ചയ്ക്കത്തെ ഊണോടുകൂടി തീർന്നു. ശങ്കരാചാര്യസ്വാമികൾ എന്താ പറഞ്ഞത്? കഷ്ടാണേ നിങ്ങളതൊക്കെ ഓർത്തു വെക്കാത്തത്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നില്ലേ, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ വരികളുണ്ട്. എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്?
ആ ചിത്തസ്യ ശുദ്ധയേ കർമ്മ. പറയൂ. ഇത് ശങ്കരാചാര്യസ്വാമികളുടെ വാക്കുകൾ ഓർത്തു വെക്കണം. ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരേണ്ടിയിരുന്നത്. ആരും ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചില്ല. അപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? കഷ്ടം. എന്നിട്ട് നിങ്ങൾ പോത്തുപോലെ കേട്ടിരിക്കുക. മനസ്സിൽ ഉറപ്പിച്ചു വെക്കൂ. എന്താണ്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ. ഒന്ന് ഉറക്കെ പറയും എല്ലാവരും. നാളെ നിങ്ങൾ പറഞ്ഞില്ലേ 108 പ്രാവശ്യം എഴുതി വെക്കണേ. നിങ്ങൾക്ക് ഇമ്പോസിഷൻ തരും ഞാൻ. പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾ ജന്തുക്കളാവും. എന്തെങ്കിലും ഹിന്ദുക്കളാവണ്ടേ നമ്മള്? വെറുതെ പോത്തു പോയിട്ട് പോത്തിനെ പോലെ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം? പശുക്കളും നമ്മൾ പിന്നെ എന്താ വ്യത്യാസം? അതും മുന്നിൽ പോകുന്നതിന്റെ പിന്നാലെ പോകുന്നു വേറൊരെണ്ണം. നമ്മൾ അതുപോലെ പോകുന്നെങ്കിൽ നമ്മളും അതും തമ്മിൽ എന്താ വ്യത്യാസം? മുമ്പേ ഗമിച്ചീടിന ഗോവ് തന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോത്തുകളാവരുത്. മനസ്സിലായില്ലേ? കുറച്ചൊരു ബോധമുള്ള മനുഷ്യരാവണം. അപ്പൊ നമുക്കൊരു കാര്യബോധം ഉണ്ടാവണം. എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ബോധമുണ്ടാവണം. വേണോ? അതൊന്നും വിടാത്തത് നിങ്ങൾ. എന്നിട്ട് ആ ബോധമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ കാണിച്ചത്. അപ്പൊ അതിനാണ് നമ്മളിതൊക്കെ കേൾക്കുന്നത്. ബോധം വരുത്തുവതിനാളായി നിന്നപര ആചാര്യരൂപഹരി നാരായണായ. സത്യം പറഞ്ഞാൽ ഇന്ന് ഹിന്ദുക്കളില്ല, ഒക്കെ പോത്തുകളാണ്. നമ്മളെ ഹിന്ദു എന്ന് വിളിക്കുന്നതേ ഒരു തെറ്റാണ്. നല്ല വേർഡ് പോത്ത് ഹിന്ദു എന്നാണ്. കാരണം ഒരു കാര്യബോധത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നവര് എന്താ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾ പോത്തുകളല്ലാത്തത് പോലെ ഇരിക്കണോ? നല്ല പോത്ത് ബുദ്ധി വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ ഒരു തരം പോത്തുകളാണ്. കാരണം ഒരു കാര്യബോധം ഇല്ലാതെയാണ് പലതും ചെയ്യുന്നതും. ഇതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഇനി നിങ്ങൾ മറക്കില്ല. കാരണം ഇനി പോത്ത് നീ ഞാൻ വിളിക്കുക. അല്ലെങ്കിൽ എന്തിനാ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? ചിത്തസ്യ ശുദ്ധയേ കർമ്മ. എന്താണ്? ഈ വാക്കുകളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കണം. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പൊ ചിത്തശുദ്ധി എങ്ങനെ ഉണ്ടാവുക? താനേ ഉണ്ടാവുക? അമ്പലത്തിൽ പോയാൽ ഉണ്ടാവുമോ? അതിനെന്ത് വേണം? അതിനാണ് മന്ത്രജപം, നാമജപം. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പം ഞാൻ പോത്തെന്ന് വിളിക്കേണ്ട പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ബോധം ഉറച്ചു വന്നിരുന്നു, അല്ലേ? നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ശക്തി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, നാമം ജപിക്കുമ്പോൾ എന്തുണ്ടാവും? മനസ്സ് വികസിക്കും, മനസ്സിന് ശക്തി ഉണ്ടാവും, മനസ്സിന് വിവേകമുണ്ടാവും. അപ്പൊ രാമനെ പോലെ നമുക്കും പല പ്രശ്നങ്ങളെയും തൃണവത്കരിക്കാം, തൃണ പോലെ കാണാം, നിസ്സാരമായി കാണാം. രാമൻ എന്താ പറഞ്ഞത്? രാമൻ എന്താ പറഞ്ഞത്? അയ്യോ, ഇപ്പൊ പറഞ്ഞ വരികൾ ഓർക്കാൻ പറ്റില്ലേ? രാമൻ എന്താ പറഞ്ഞത്? 2 വരം ചോദിച്ചപ്പോ രാമന് എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്താ പറയുന്നത്? എന്താ ഇതിനൊരു വിഷമം, ഒരു ബുദ്ധിമുട്ട് ഇതിൽ എന്താ ഉള്ളത്? ഇതിലിപ്പോ എന്താത്തൊരു ബുദ്ധിമുട്ട്? എന്തൊരു നിസ്സാരതയോടുകൂടി കാണണം. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. രാമായണത്തെ വളരെ മനോഹരമായി ആവിഷ്കരിച്ച ഒരു മഹാത്മാവാണ് തുളസീദാസ് ജി. അദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണ്. അദ്ദേഹം എഴുതിയ രാമായണമാണ് രാമചരിതമാനസം. നോർത്തിലെ ഏറ്റവും കൂടുതൽ സുപ്രസിദ്ധമായ കൃതിയാണ് ഇത്, രാമചരിതമാനസ്. ഇപ്പോഴും ഏപ്രിൽ മാസത്തിൽ നവരാത്രി എന്ന് പറഞ്ഞാൽ രാമചരിതമാനസാണ്. രാംപാട്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ രാമായണം വായിക്കുവര്. എല്ലാ ക്ഷേത്രം, ഈവൻ വൃന്ദാവനത്തിൽ പോയാലും നിങ്ങൾ അയോധ്യയിൽ പോയാലും 24 hours രാമായണം വായിക്കുന്ന ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതില് തുളസീദാസിയുടെ ഒരു വരി ഇങ്ങനെയാണ്: ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്ന രാമൻ. അപ്പൊ നമ്മളൊക്കെ രാമൻ എന്നൊക്കെ പറഞ്ഞാൽ അവില് നിവേദിക്കുന്ന രാമനാണ്, നമ്മുടെ കാര്യം നടത്തി തരുന്ന രാമനാണ്. പക്ഷെ ഞാൻ വെക്കുന്ന രാമൻ, എൻ്റെ മനസ്സിൽ ഞാൻ പ്രതിഷ്ഠിച്ച രാമൻ, അദ്ദേഹം മനസ്സിൽ ആ രാമന്റെ ചിത്രം വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് പ്രസന്നതം യാനകഥാഭിഷേക, പ്രസന്നതം യാനകഥാഭിഷേക. അഭിഷേകത്തിന് തയ്യാറാകുന്ന രാമന്റെ മുഖത്തെ പ്രസന്നത. പ്രസന്നതാം അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ യുവരാജാവായി ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന രാമന്റെ മുഖത്തെ മുഖപ്രസന്നത. പ്രസന്നതം യാനകഥാഭിഷേക തദാന്നമംളേ വനവാസ ദുഃഖത. വനവാസത്തിലേക്ക് പോകൂ എന്ന് കൈകേയി പറഞ്ഞപ്പോഴും ആ മുഖപ്രസാദത്തിന്, മുഖപ്രസന്നതയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചില്ല.
അപ്പൊ നോക്കൂ, ആ ഒരു മുഖം, ആ മുഖാംബുജ ശ്രീ രഘുനന്ദനസ്യ സദാ വസതു മേ ഹൃദയേ, എന്റെ ഹൃദയാംബുജത്തിൽ എപ്പോഴും വസിക്കട്ടെ എന്നാണ് തുളസീദാസിയോട് പറയുന്നത്. അപ്പൊ ഏത് തരം മുഖാണ്? പട്ടാഭിഷേകത്തിന് തയ്യാറാവാൻ അച്ഛൻ കൽപ്പന കൊടുത്ത സമയത്തുള്ള അതേ മുഖാംബുജം ഇവിടെ കൈകേയി കാട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞപ്പോഴും രാമന് അതുപോലെ കോട്ടം വരാതെ വാട്ടം വരാതെ നിലനിർത്താൻ അവർക്ക് പറയൂ സാധിച്ചു. ഇത് സാധിക്കണോ നിങ്ങൾക്ക്? ഇത് വേണോ? എന്താ ഒന്നും മിണ്ടാത്തത്? വേണ്ടേ? ഇപ്പൊ നാളെ നമ്മൾ ഒരു ടെസ്റ്റിന്, ബ്ലഡ് ടെസ്റ്റിന് പോയി. ബ്ലഡ് ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഇത്തിരി ഒരു ടെൻഷൻ ഉണ്ടാവുമായിരിക്കും. ആ റിസൾട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴോ, ആ റിസൾട്ട് വാങ്ങാൻ പോകുമ്പോഴും എങ്ങനെ ഉണ്ടായിരിക്കും? എന്നിട്ട് ഡോക്ടർ ആ റിസൾട്ട് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പറയാണ് ഒരു 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 ഉത്തരവൊന്നും പറയാതെ അവിടെ തന്നെ വെച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കൂടിയോ ഇല്ലയോ? പറയൂ. എന്നാ ഈ ശ്ലോകം നിങ്ങൾ ഓർത്തുകൊണ്ട് പോവുക. ഇത് രാമൻ ഇപ്പൊ പറഞ്ഞ വരികൾ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുപോവുക. എന്താണ്? എന്താ ഇതിന് ഇത്ര ഒരു വൈഷമ്യം എന്നുള്ളത്? അങ്ങനെ നിങ്ങൾ ലൈഫിനെ കണ്ടു നോക്കൂ. എന്ത് ടെൻഷൻ, പിന്നെ പോണാൽ പോകട്ടും പോടാന്ന് പറയുന്ന രീതിയിൽ ഇല്ലേ? ആ രീതിയിൽ നമുക്ക് ഈ മനസ്സിനെ കൊണ്ട് ഒരു കാര്യത്തെ നിസ്സാരമായി കാണാൻ സാധിച്ചാൽ മനസ്സിന്റെ അസ്വസ്ഥതകളും ദുഃഖങ്ങളും വിഷമങ്ങളും അവിടെ ഇല്ലാതാക്കാൻ പറ്റും, അല്ലേ? അതിനെന്ത് വേണം? എനിക്കെന്തോ നഷ്ടം പറ്റൂ, എനിക്കെന്തോ സംഭവിച്ചു, ഈ എനിക്കുണ്ടാവരുത്. ഈ ഞാൻ ഉള്ളിടത്ത് ഒക്കെ നമ്മൾ മാറ്റി പറയേണ്ടത് ദൈവനിശ്ചയം നടക്കട്ടെ, ഭഗവാന്റെ നിശ്ചയം നടക്കട്ടെ, ഭഗവാൻ എന്താണോ നിശ്ചയിച്ച് അത് നടക്കട്ടെ. മനസ്സിലായില്ലേ? ഇപ്പൊ ദുഃഖിക്കുന്നവരൊക്കെ ഞാൻ ഞാൻ എന്നത് ഫോക്കസ് ചെയ്യുന്നവരാണ്. എനിക്കങ്ങനെ സംഭവിച്ചു, എനിക്കിങ്ങനെ സംഭവിച്ചു, എന്നെ വേദനിപ്പിച്ചു, എന്നെ പരിഹസിച്ചു, എന്നെ അവഗണിച്ചു, അത് പറയുന്നവർക്കാണ് എന്തുള്ളത്? കൂടെ വന്നില്ല ദുഃഖങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും പരാതികളും. അതെങ്ങനെയാ പരിഹരിക്കുക? ആ സ്ഥാനത്ത് എന്ത് വെക്കണം? ഒന്നും മിണ്ടാത്തത്? ഭഗവാന്റെ നിശ്ചയം നടക്കട്ടെ, ഭഗവാന്റെ നിയോഗം നടക്കട്ടെ, ഭഗവാൻ എന്താണോ നിശ്ചയിച്ച അത് നടക്കട്ടെ, ഇതാണ് ഭഗവാന്റെ നിശ്ചയം എന്നത് പറയാൻ സാധിച്ചാൽ അപ്പൊ ഞാനെന്ന ഭാവം പറയൂ ഇല്ലാതെ. അപ്പൊ ഞാൻ എന്തിനായിരുന്നു ദുഃഖിക്കുന്നത്? ഭഗവാന്റെ നിശ്ചയമാണത്, കടന്നു പോകണം, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ജീവിതത്തെ കാണാൻ സാധിക്കണമെങ്കിൽ ഭക്തി അത്രത്തോളം ഉയരണം. മനസ്സിലായില്ലേ? രാമൻ ദൈവമായതുകൊണ്ടല്ല, രാമൻ ആ മനസ്സിനെ അത്രയും ഉയർത്തി. രാമന്റെ ചെറുപ്പത്തിൽ തന്നെ രാമന് മനസ്സിലായൊരു പാഠമുണ്ട് വസിഷ്ഠരിൽ നിന്ന്. ശരീരകൃതം കൃതം സർവം മനഃകൃതം ഏവാണ്. ഇത് വാസിഷ്ഠത്തിൽ വരുന്ന ഒരു വരികളാണ്. രാമ, വാസിഷ്ഠം എന്ന് പറഞ്ഞാൽ യോഗവാസിഷ്ഠം എന്നൊരു കൃതിയുണ്ട്. അവിടെ രാമനും വസിഷ്ഠനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണത്. അതൊരു 24,000-ഓളം ശ്ലോകങ്ങളുള്ള മനോഹരമായൊരു കൃതിയാണത്. അതിന്റെ പേര് യോഗവാസിഷ്ഠം എന്നാണ്. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നതാണെന്ന് ശരീരകൃതം കൃതം ഏതാണ്? സർവം മനഃകൃതം ഏവ. എല്ലാം ചെയ്യുന്നത് ആരാണ്? മനസ്സാണ്. ശരീരമല്ല ചെയ്യുന്നത് ആരാ? മനസ്സാണ്. മനസ്സിലായില്ലേ? ഈ ബോധം നമുക്കുണ്ടാവണം. മനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിനെ കൊണ്ട് പഠിപ്പിക്കണം ദൈവനിശ്ചയത്തെ ഉൾക്കൊള്ളാൻ, ഭഗവാന്റെ നിയോഗത്തെ ഉൾക്കൊള്ളാൻ. മനസ്സിലായില്ലേ? അപ്പൊ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ നിന്ന് കുറയും. ഇവിടെ കൈകേയി പോലും ഞെട്ടിപ്പോയി. ദശരഥൻ തളർന്നു വീണു. കാരണം ദശരഥന് പറഞ്ഞതൊന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്താ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം? ഞാനെടുത്ത തീരുമാനം, ഞങ്ങൾ മന്ത്രിമാരെടുത്ത തീരുമാനം, രാജ്യസഭയിലെടുത്ത തീരുമാനം, ഇനിയിപ്പോ നാളെ ഞാൻ ജനങ്ങളുടെ മുഖത്തെങ്ങനെ നോക്കും? സ്വന്തം പുത്രനെ കാട്ടിലേക്ക് പറഞ്ഞയച്ച് സ്വന്തം പുത്രനെ പട്ടാഭിഷേകം ചെയ്യാൻ പോകുന്ന നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞ് ആ സ്ഥാനത്ത് ഈ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, കുറെ ഈ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചില വീടുകളിലുണ്ടല്ലോ ട്വിൻസ് പെൺകുട്ടികൾ ഉണ്ടാവും. അതിലൊരു പെൺകുട്ടി അത്രയൊന്നും മിടുക്കിയാവില്ല, അപ്പൊ ട്വിൻസും ആയിരിക്കും. അതിൽ നല്ല പെൺകുട്ടിയെ കാണിച്ചിട്ട് പയ്യന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി കല്യാണം കഴിക്കാൻ നേരത്ത് നിങ്ങൾ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നടന്നിട്ടുണ്ടോ പണ്ട് കാലത്ത്? ഇത് നടന്നിട്ടുണ്ടോ? ഇല്ല. ഇത് നടന്ന കേസ് എനിക്കറിയാം. നല്ലൊരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്
ഫസ്റ്റ് ഡേ ആണ് മനസ്സിലായത് ഇവള് മാനസിക ഇതത്ര ഉയർന്ന പെണ്ണല്ല, അവൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട്. പെണ്ണിനെ മാറ്റിക്കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല? ചെക്കനെ മാറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഈ ട്വിൻസിന്റെ ഇടയിൽ അതൊക്കെ സംഭവിക്കും. കാണിച്ചു കൊടുക്കുന്ന ഒന്നും കെട്ടിച്ചു കൊടുക്കുന്നത് വേറൊന്നും. അങ്ങനെയൊക്കെ സംഭവിക്കും. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കെട്ടിച്ചു വിടില്ല ഒരു പക്ഷേ, ഇല്ലേ? അപ്പോഴൊക്കെ എല്ലാവരും മനസ്സിലും ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങളൊരു നല്ല സാരി കൊടുക്കണം എന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അതിനേക്കാളും നല്ലത് വേറെ ഇല്ല. അപ്പൊ ഉള്ളിലൊരു തോന്നൽ, ഇത് ഞാൻ എടുത്തു വെക്കാം, മറ്റേത് കൊടുത്തേക്കാം. തോന്നാറില്ലേ അങ്ങനെയൊക്കെ? നിങ്ങൾ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. എല്ലാവരുടെ ഉള്ളിലും ഇത്തരം സ്വാർത്ഥ വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. ഉണ്ടാവില്ല? ഉണ്ടാവുകയിരിക്കാം. അപ്പോ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ദശരഥ മഹാരാജാവിന് തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയക്കണം, ജനങ്ങളെ അഭിമുഖീകരിക്കണം, എടുത്ത തീരുമാനം മാറ്റേണ്ടതായിട്ട് വന്നു. രാജാവിന്റെ തീരുമാനം മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭാര്യ കാരണം മാറ്റി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേടുണ്ടോ? ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ ചീത്ത വിളിക്കുന്ന പോലെ പാറ്റകൾ വിചാരിച്ചിട്ട് ഒരു മന്ത്രിയെ തന്നെ മാറ്റേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോ ദശരഥ മഹാരാജാവിന് സ്വന്തം തീരുമാനം ഭാര്യ കാരണം മാറ്റേണ്ടതായിട്ട് വന്നു. ഈ അഭിമാന പ്രശ്നങ്ങളൊക്കെ രാജാവിനെ മാനസികമായി തളർത്തി. ആണോ അല്ലയോ? എന്നാൽ രാമൻ ഈ തരത്തിലേ അല്ല ചിന്തിച്ചത്. ഇതെല്ലാം ദൈവനിശ്ചയത്തിന് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഇതിനെന്താ എനിക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ എളുപ്പമാണോ? രാമന് പറയാൻ സാധിച്ചു. അതാണ് രാമന്റെ മഹത്വം, ഇല്ലേ? എന്തുകൊണ്ട് നമ്മൾ രാമനെ പൂജിക്കണം? ഇതാണ് രാമൻ നമുക്ക് കാണിച്ചു തന്നത്. ജീവിതത്തിൽ തലപോകുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പോലും അല്പം പോലും തല നഷ്ടപ്പെടാതെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ടെന്ന് തെളിയിച്ചു തന്ന അവതാരമൂർത്തിയാണ് ആര്? പക്ഷെ നമ്മളിത് ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രം. നമ്മൾ ആ ലെവലിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. നമ്മൾ അതിന് പകരം രാമനോട് ഒരു പ്രശ്നം എനിക്ക് തരല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു മാനസികാവസ്ഥയിൽ രാമൻ നിൽക്കുമ്പോൾ പിന്നെ രാമൻ ചോദിക്കുകയാണ്, ഹേയ്, എന്റെ അച്ഛനത് എന്നോട് പറയാൻ ഇത്ര വിഷമെന്നാണ്. അച്ഛനോട് പറഞ്ഞാൽ പോരെ, കാര്യം കഴിഞ്ഞില്ലേ? ഇതിനിപ്പോ എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? രാജ്യം ഭരതന് കൊടുക്കുന്നതിലോ തനിക്ക് കാട്ടിൽ പോകുന്നതിനോ ഒരു വിഷമവും ആർക്ക് തോന്നിയില്ല? രാമന് തോന്നിയില്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പറയുമ്പോഴും എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും രാമൻ അത്തരത്തിലുള്ളൊരു തീരുമാനം പെട്ടെന്നെടുത്തതല്ല. ഒരു ദൈവനിശ്ചയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഒളിച്ചുകളിയായിരുന്നില്ല അത്, അല്ലെങ്കിൽ ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല അത്. രാമനെ സംബന്ധിച്ച് രാമന് ബോധ്യമുണ്ട്. രാമൻ, ഞാൻ പറഞ്ഞു, യുവരാജാവായി ശേഷം രാജാവിന്റെ പദവി എടുക്കുന്നതല്ല. നേരത്തെ തന്നെ ഇവരെല്ലാം ഭരണതന്ത്രത്തിന്റെ, രാജഭരണത്തിന്റെ ഒരു കൂടെ പറയണം, നല്ല മനസ്സിലാവുള്ളൂ. ഇവര് നേരത്തെ തന്നെ രാജഭരണത്തിന്റെ ഒരു ഭാഗമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവരൊക്കെ രാജഭരണത്തിൽ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് ഭരതനും ഇത് കൊണ്ടു നടക്കാൻ കഴിവുണ്ട് എന്ന ബോധം ആർക്കുണ്ടായിരുന്നു? രാമനുണ്ടായിരുന്നു. പിന്നെ കാട്ടിൽ 14 വർഷം ജീവിക്കുക എന്ന് പറയുന്നതും വലിയ പ്രശ്നമായിട്ട് രാമന് തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം രാമൻ കാട്ടിൽ നേരത്തെ ആരുടെ കൂടെ പോയി? മഹർഷിമാരുടെ ആശ്രമമുണ്ട് അവിടെ, ഒരുപാട് ആശ്രമങ്ങളുണ്ട്. അപ്പൊ രാമൻ അറിയാം മഹർഷിവര്യന്മാരുടെ ആശ്രമങ്ങളിൽ ചെലവഴിച്ച് പല കാര്യങ്ങളും അവരിൽ നിന്നും പഠിച്ചെടുക്കാം. വിശ്വാമിത്ര മഹർഷിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 55ഓളം അസ്ത്രവിദ്യകൾ ആര് പഠിച്ചിട്ടുണ്ട്? രാമൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ രാമന് വെറുതെ ഒരു വെക്കേഷൻ അല്ല അത്, ഒരു എന്താണ് ഹോളിഡേ ട്രിപ്പ് അല്ല അത്. രാമനെ സംബന്ധിച്ച് മഹർഷിവര്യന്മാരിൽ നിന്നും തനിക്ക് പലതും പഠിച്ചെടുക്കാനും കൂടി കിട്ടുന്നൊരു അവസരമാണ്. ഇപ്പൊ രാമൻ നേരത്തെ തന്നെ കാട്ടിൽ പോയതുകൊണ്ട് അവിടെ നടന്ന അവിടെ എന്തൊക്കെയാ നടക്കണം എന്നുള്ള കാര്യങ്ങൾ രാമന് ബോധ്യമുള്ളത് കൊണ്ടും, രണ്ടാമത്തത് ഭരതൻ ഇതിനെല്ലാം യോഗ്യനാണെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് രാമൻ ഇത്ര നിസ്സാരതയോടുകൂടി പറഞ്ഞത്, ഇതിലെന്താ ഒരു വിഷമം, ഇതിലെന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ രാമന് സാധിച്ചത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഈ തരത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടല്ലോ, ഒരു അനുഷ്ഠാന ജീവിതം ഉള്ളവർക്ക് അവർക്ക് ഇവിടെ അല്ലെങ്കിൽ എവിടെ പോയാലും അവർക്കൊരു അനുഷ്ഠാന ജീവിതം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ നാളെ നിങ്ങളോട് മക്കൾ പറയണം, അമ്മ എന്തിനാ ഇവിടെ താമസിക്കുന്നത്, അമ്മ ഇവിടുന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ എവിടെ പോയാലും
എൻ്റെ അനുഷ്ഠാനം കൂടെയുണ്ടാവും. അത് നമ്മളിപ്പോഴേ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതായത് കുറച്ച് സമയം നാമജപത്തിൽ മുഴുകിച്ചേരാൻ നമുക്ക് സാധിക്കണം. ആരെയും ആശ്രയിക്കാത്ത ഒരു ലെവലിലേക്ക് മനസ്സിനെ നമ്മൾ ഉയർത്തിയെടുക്കണം. അല്ലെങ്കിൽ നാളെ നിങ്ങളൊരു ഇരകളാണ്, നിങ്ങളൊരു ഭാരമാണ്, നിങ്ങളൊരു പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ ഗുരുവായൂരിലൊക്കെ പോയാൽ ധാരാളം സ്ത്രീകളെ കാണാം. ആ സ്ത്രീകളൊക്കെ അവിടെ വന്ന് പെട്ടെന്താ കാരണം? വീട്ടുകാർക്ക് മടുത്തുപോയി മക്കൾക്ക്. അപ്പൊ എന്താ വീട്ടുകാർക്ക് മടുക്കാൻ കാരണം? അവിടെ വേണ്ടാത്ത കാര്യങ്ങൾ അവര് അവിടെ ഇരുന്നിട്ട് വല്ലവന്റെയും കുറ്റവും കുറവും പറയുമ്പോൾ വെറുക്കും, മറ്റുള്ളവർ വെറുക്കും. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൃത്യമായ ആത്മീയ പ്രായമാകും തോറും ആത്മീയ അനുഷ്ഠാനത്തിനോട് കൂടുതലൊരു താല്പര്യം കാണിക്കുമ്പോൾ ആരുടെ കാര്യത്തിലും അനാവശ്യമായി ഇടപെടലുകൾ ഇല്ലാതെ പോയാൽ നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഭാരവും ബാധ്യതയും പ്രശ്നവും ആവില്ല. മനസ്സിലാവുണ്ടല്ലോ? ആത്മീയത എന്ന് പറയുന്നത് നിങ്ങളോട് കൂടിയ ഒരു ജീവിത രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ആത്മീയത. അപ്പൊ നിങ്ങൾ രാവിലെ കൃത്യതയോടെ നിങ്ങൾ കൊണ്ടു നടക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും. കാരണം നിങ്ങളുടെ സ്വാർത്ഥ സുഖം, ഇപ്പൊ നിങ്ങളുടെ മനസ്സുണ്ടല്ലോ ശരീര സുഖത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. ഈ ശരീരം എന്നും ഒരേ ആരോഗ്യത്തോടെ നിൽക്കില്ല. ഇതുപോലെ നിങ്ങളുടെ വിചാരം വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. മക്കളുണ്ടെങ്കിലും ഭാര്യ ഉണ്ടാവുന്നതാണ്. ഈ ബന്ധത്തിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഭാര്യ മരിച്ചുപോയി, ഒറ്റപ്പെട്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം നിങ്ങൾ വിഷമിക്കും. മക്കളാണെങ്കിൽ പറയും അമ്മ അച്ഛൻ ഇവിടെ നിൽക്കണ്ടെന്ന്. അരെ ഈ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു സംസ്കാരം ഇല്ലേ? വെറും ടി വിയും കണ്ട് ന്യൂസും കണ്ട് സീരിയലും കണ്ടിരിക്കുന്ന ഒരാളെ ആര് ബെയർ ചെയ്യും? ആർക്ക് താങ്ങാൻ പറ്റും? അങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആർക്കും വേണ്ടാതെ എന്നിട്ട് ഓൾഡ് ഏജ് ഹോമിൽ പോകേണ്ട അവസ്ഥ വരുന്ന ആൾക്കാർ. അപ്പൊ ആദ്യമേ നമ്മൾ പ്രിപ്പയർഡ് ആക്കണം നമ്മളെ. അതായത് ജീവിതം മുന്നോട്ട് പോകും തോറും ആരെയും ആശ്രയിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ ഉയരണം. അതിന്റെ പേരാണ് പരാശ്രയത്തിൽ നിന്നും പരമേശ്വരാശ്രയത്തിലേക്ക് ഉയരണം. ഏതാശ്രയത്തിലേക്ക്? ഭഗവാന്റെ ആശ്രയത്തിലേക്ക് വരണം. അതിന്റെ പേരാണ് പാദഭക്തി. ഭഗവാന്റെ പാദം ആശ്രയമാണ്. ഒരു ശരീരം നിൽക്കണമെങ്കിൽ അത് പാദത്തിലാണ് നിൽക്കുക. പാദത്തെ ആശ്രയിക്കണം. ഏത് പാദം ആശ്രയിക്കണം? ഭഗവാന്റെ പാദം ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പാദത്തെ മനസ്സിൽ ഭാവന ചെയ്തും നാമത്തെ മനസ്സിൽ ആവർത്തിച്ചും ക്രമേണ മനസ്സ് പാദത്തിലും നാമത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഒരു നിരന്തരമായ പരിശീലനം നമ്മൾ നേടിക്കഴിഞ്ഞാൽ നമ്മളെ ആർക്കും അത്ര എളുപ്പത്തിൽ സാധ്യമല്ല. നിങ്ങൾ രാമായണം കേട്ടുപോയത് കൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കി തരികയാണ്. മനസ്സിലായില്ലേ? രാമായണം കേൾക്കുക എന്നത് ഒരു കാര്യം വ്യക്തമാക്കി തരികയാണ്. ആ വ്യക്തമായാൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിൽ ആ വ്യക്തത ഉറച്ചു കിട്ടണമെങ്കിൽ അതിന് നിരന്തരമായി പ്രയത്നം വേണം. അതുകൊണ്ട് 2 വാക്കുകൾ ഹിന്ദു മതത്തിലുണ്ട്. ഒന്ന് ജ്ഞാനവും, 2 വിജ്ഞാനവും. ജ്ഞാനം എന്ന വാക്കിന് ഗുരുക്കന്മാരിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്ന് പകർന്നു കിട്ടുന്ന അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുക. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ദാറ്റ് നോളജ് വെൻ വി കൺവേർട്ടഡ് ഇൻ ടു പ്രാക്ടീസ്, അത് നമുക്ക് കൺവിക്ഷനായി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറയുന്ന വാക്കാണ് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സ്പീരിയൻസ്ഡ് നോളജ് എന്നാണ്. അവനവൻ അനുഭവിച്ചറിയുന്ന അറിവിനെയാണ് എന്ത് പറയുക? വിജ്ഞാനം എന്ന് പറയുക. അതിന് വിസ്ഡം എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് അത് വിസ്ഡം ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതായത് കേട്ടത് കൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. അത് അനുഷ്ഠിച്ച് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു വരുമ്പോഴാണ് നമുക്കും ജീവിതത്തെ വളരെ ലാഘവത്തോടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ളവരെ തളർത്താൻ വിധിക്ക് പോലും സാധ്യമല്ല. വിധി ആരെയാണ് കീഴ്പ്പെടുത്തുന്നത്? സ്വാർത്ഥ സുഖത്തിൽ ജീവിക്കുന്നവരെ. ആരാണോ അനുഷ്ഠാനത്തിൽ ജീവിക്കുന്നത് അവർക്ക് വിധിയെ നിസ്സാരമായി കാണാൻ സാധിക്കുമ്പോൾ ഒരു വിധിയും അവരെ മാനസികമായി തളർത്തില്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ രാമ മനസ്സ് നമ്മൾ നേടിയെടുക്കണം. വേണ്ടയോ? രാമ മനസ്സ്. രാമനിപ്പോ എല്ലാം നഷ്ടമാണ്. കൊട്ടാരവും പോയി, രാജ്യവും പോയി. ഭാര്യയൊക്കെ വിട്ടിട്ട് ഇപ്പൊ എവിടെ പോണം? കാട്ടിൽ പോണം. ഇനി ഭാര്യ വരുമെന്ന് ആ സമയത്ത് രാമൻ അറിയില്ലല്ലോ. അറിയോ? ഭാര്യയും കൂട്ടി പോണം, ലക്ഷ്മണനും കൂട്ടി പോണം എന്നൊന്നും കൈകേയി പറഞ്ഞില്ല. നീ 14 വർഷം പോണം. എത്ര? അപ്പൊ 14 വർഷം ഭാര്യ കൂടെയുണ്ടോ ലക്ഷ്മണൻ കൂടെയുണ്ടോ എന്ന് ആർക്കറിയില്ല. ഇപ്പൊ രാമൻ അറിയില്ല. എന്നിട്ടും രാമൻ ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടും പറയുന്നത് ഇതിലെന്താ ഒരു
വിഷമം, ഇതിലെന്താ ഒരു ബുദ്ധിമുട്ട്, ഞാൻ അതിലൂടെ കടന്നു പോവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ സാധിക്കുന്നവരെ തളർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? പറയൂ. അപ്പൊ ഇന്ന് ഭാര്യയാണോ ഒരു ഭർത്താവിന് പ്രശ്നം, ഭർത്താവാണോ ഭാര്യയ്ക്ക് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമല്ല. എന്നാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? വളരാത്ത മനസ്സിന് പ്രശ്നമാണ്, വളരുന്ന മനസ്സിന് ആർക്കും ഒരു പ്രശ്നമല്ല. കാരണം എന്തു പ്രശ്നം വന്നാലും അതിനെ ദൈവനിശ്ചയമായി കണ്ട് നിസ്സാരതയോടെ കണ്ട് മറികടക്കാൻ അവർക്ക് സാധിക്കും. അനുഷ്ഠാനമുള്ളവർക്ക്. അനുഷ്ഠാനമില്ലാത്തവർക്കോ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വിധിയായി കണ്ട്, തകർച്ചയായി കണ്ട്, തൻ്റെ ദുരന്തമായി കണ്ട് പ്രതിഷേധിച്ച് പൊട്ടിത്തെറിച്ച് അങ്ങനെ കടന്നു പോകാനും പറ്റും, ഇല്ലേ? അങ്ങനെ പൊട്ടിത്തെറിച്ച് പ്രതിഷേധിച്ച് വിഷമിച്ച് കരയുന്നവരെയാണ് നമ്മൾ കൂടുതലും സമൂഹത്തിൽ കാണുക. എങ്ങനെയുള്ളവരെ കാണില്ല? എങ്ങനെയുള്ളവരെ കാണില്ല? രാമനെ പോലെ പറയുന്നവരെ നമുക്ക് അങ്ങനെ സമൂഹത്തിൽ കാണാൻ പറ്റില്ല. പറ്റുമോ? എന്താ അതിലൊരു വിഷമെന്ന് പറയുന്നവരെ കാണാൻ പറ്റുമോ? എന്താ വേണ്ടാത്തത്? നമ്മുടെ കുട്ടികളെയൊക്കെ ആ അവസ്ഥയിലേക്ക് ആക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പറയൂ. ഇല്ല. നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് കൃത്യമായി എന്ത് വേണം? അനുഷ്ഠാനങ്ങൾ വേണം. ഇങ്ങനെ രാമനോട് പറഞ്ഞു. ഇത് കേട്ടപ്പം രാമൻ പറഞ്ഞു, ഹേയ്, അതിലെന്താ എനിക്കൊരു വിഷമമുള്ളത്? രാജ്യം ഉപേക്ഷിക്കാൻ എനിക്ക് ഒരു വിഷമവുമില്ല. രാജ്യം ഭരിക്കാൻ ഭരതൻ ധാരാളം മതി. ഞാൻ വാസ്തവത്തിൽ അമ്മയോട് നന്ദിയുള്ള ഒരാളാണ്. അതെന്താണ്? വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ രാജഭരണം പുത്രനും സുഖവാസം കാട്ടിൽ എനിക്കും തന്നില്ലേ. അപ്പൊ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തരാതിരുന്നത്. പ്രത്യേകിച്ച് ഒരു പണിയെടുക്കണ്ടല്ലോ കാട്ടിൽ. ഇവിടെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ഇല്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ പറയുമ്പോ ആ അമ്മ എന്താ പറയാ? നീ എന്നെ ആക്കിയതല്ലേ എന്ന്. നീ എന്നെ ഒന്ന് ആക്കിയതല്ലേ. കാരണം പിന്നെ ഞാൻ കാട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ ഒരാളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾ ഇത്രയും സ്നേഹം എന്നോട് കാണിച്ചതിന് നന്ദിയുണ്ട് എന്ന്? അപ്പൊ നമ്മൾ എന്താ പറയാ? അതൊരു സ്നേഹമായിട്ടാണോ കാണുക? ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന പോലെ തോന്നുക ആണോ? അതായത് ഒരു ആക്കിയതുപോലെ, നിങ്ങൾ എന്നെ ഒന്ന് പരിഹസിച്ചതല്ലേ, എന്നെ ഒന്ന് കളിയാക്കിയതല്ലേ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ആണോ? എന്നാൽ രാമൻ അതൊന്നും ആ രീതിയിലൊന്നും അല്ല പറഞ്ഞത്. രാമൻ സത്യസന്ധ പറഞ്ഞത്. എനിക്ക് കാട്ടിൽ ഒരു പ്രത്യേകിച്ച് ജോലിയില്ല. എന്നിട്ട് പറഞ്ഞു, എന്നെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെയൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. എനിക്ക് വനവാസം ഒന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാൻ പോയതല്ലേ. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും ഈ കാര്യത്തിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഈ അച്ഛനുണ്ടല്ലോ അവിടെ കിടന്ന് അലറുന്ന എന്താ അറിയോ? നമുക്ക് ദശരഥനോടുള്ള ബഹുമാനം അവിടേക്കാണ് നഷ്ടപ്പെടുക. പറയാണ്, പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്കുക നീ എന്നെ കെട്ടിയിട്ടിട്ട് ഈ രാജ്യം നീ ഗ്രഹിക്കണം. ദോഷം നിനക്കേതുമേ അകപ്പെടാ, നിനക്കൊരു ദോഷവും ഉണ്ടാവില്ല. അപ്പൊ രാമന്റെ തലയിൽ കൈവച്ചെന്ന രാമ നീ പോയി വരൂ, ഭരതന് രാജ്യം കൊടുത്തോളൂ എന്ന് പറയുന്ന ദശരഥനെ അല്ല നിങ്ങൾ കാണുക. ദശരഥൻ എന്താ പറയുന്നത്? നീ എന്നെ കെട്ടിയിട്ടിട്ട് എങ്ങനെങ്കിലും രാജ്യം കൈക്കലാക്കൂ കുട്ടിയെന്ന്. അപ്പൊ ആ ദശരഥന് രാമനോടുള്ള എന്താ അങ്ങനെ പറയാൻ കാരണം? ദശരഥന് രാമനോടുള്ള ആ ഒരു വാത്സല്യം, സ്നേഹം, പുത്രസ്നേഹം അത് വിടാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പൊ താൻ കൊടുത്ത വരത്തേക്കാൾ വലുതായിട്ടാണ് ആരെ കാണുന്നത്? രാമനെയൊക്കെ കാണുന്നത്. താൻ കൊടുത്ത വരത്തിന് യാതൊരു മഹത്വം അയാൾ കാണുന്നില്ല. എന്നാൽ ഞാൻ കൈക്ക് 2 വരം കൊടുത്തു രാമ, വാക്കുകൾ പാലിക്കാൻ രാജാവ് ബാധ്യസ്ഥനാണ്, ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ് ഞാൻ, അല്ലേ? എനിക്ക് അങ്ങനെ ഒരു വരം കൊടുക്കേണ്ടി വന്നു. നീയും ആ വരത്തെ അനുസരിച്ച് എവിടെ പോണം? കാട്ടിൽ പോണം എന്ന് രാമനോട് ദശരഥൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബഹുമാനം കൂടുകയോ കുറയോ? എന്താ, കൂടുകയാണോ കുറയാണോ ചെയ്യാ? ഞാൻ 2 വരം കൊടുത്തുപോയി കൈകേയിക്ക്. ഇങ്ങനെ ഒരു സന്ദർഭത്തില് അന്ന് കൈകേയിക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ കൈകേയിക്ക് 2 വരം എന്നോട് ചോദിച്ചെന്നെ ഒന്ന് വിഷമിപ്പിക്കുകയാണ്. ശരി, ഞാൻ കൊടുത്തുപോയില്ല, എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ 1 ഭരതനെ ചക്രവർത്തിയാക്കണം, 2 നീ കാട്ടിപ്പോണം. രാമ, ഞാൻ അങ്ങനെ കൊടുത്തുപോയി. അവൾ അങ്ങനെ 2 വരം ചോദിച്ചു. അപ്പൊ രാമനാണെങ്കിൽ അതിന് വിരോധമില്ല എന്ന് പറയുമ്പോൾ ദശരഥൻ ആ പുത്രനെ ഓർത്ത് ദുഃഖിക്കുകയാണ് വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത്? അങ്ങനെ ഒരു പുത്രനെ ഓർത്ത് നമുക്ക് എന്താ വേണ്ടത്?
എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കൊന്നും മിണ്ടാട്ടില്ല. അങ്ങനെ ഒരു പുത്രനെ ഓർത്ത് ദശരഥന്, നിങ്ങളാണ് ദശരഥന്റെ സ്ഥാനത്തെങ്കിൽ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? ദുഃഖിക്കും. കാരണം നിങ്ങളുടെ സ്വാർത്ഥത നഷ്ടപ്പെടുകയല്ലേ, അല്ലേ? കാരണം രാമൻ ഇങ്ങനെ ഒരു ദുർവിധി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചല്ലോ എന്നുള്ളൊരു വിചാരം ദശരഥൻ ഉണ്ടാവൂല്ലയോ? എന്നാൽ ഇവിടെ ആ ദശരഥനാണ്, നിങ്ങൾ പറയുന്ന ദശരഥനാണ് കാണുന്നത്. രാമൻ ഉദ്ദേശിച്ചത് തനിക്ക് ദുർവിധി ആരും ഉണ്ടാക്കിയതല്ല. ഇതെല്ലാം ഒരു ദൈവനിശ്ചയത്തിലൂടെ കടന്നു പോവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ ഒരു ബോധമുണ്ടല്ലോ, ദൈവനിശ്ചയം എന്നുള്ളത് എന്താണ്? ദൈവനിശ്ചയത്തിലൂടെ കടന്നു പോവാൻ നമ്മൾ ഓരോരുത്തരും. ഇപ്പൊ ശരീരത്തിന് പല രോഗവും വന്നു. അത് നിങ്ങൾ ഈ മുസ്ലിങ്ങൾ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കും, ഈശാൻ അല്ലാഹ് എന്ന് പറയൊരു ദൈവനിശ്ചയം പോലെ നടക്കട്ടെ. കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വാക്ക്, ഈശാൻ അല്ലാഹ് അവർ പറയുന്ന ഒരു വാക്കാണ്. അപ്പോ അത് സത്യത്തിലുണ്ടല്ലോ, അവര് പറയുന്നത്, നമ്മുടെ പൂർവികരങ്ങനെ പറഞ്ഞു ശീലിച്ചിരുന്നു. എന്ത്? എല്ലാം ദൈവനിശ്ചയം എന്നുള്ളൊരു വാക്ക് പണ്ടുള്ളവര് പറഞ്ഞിരുന്നു. എല്ലാം ദൈവനിശ്ചയം, എല്ലാം ദൈവത്തിന്റെ നിശ്ചയം, അങ്ങനെ പറയാറില്ലേ? അങ്ങനെ ഒരു വാക്ക് ഉണ്ടോ ഇല്ലയോ? നമ്മളെ പണ്ടുള്ളവരങ്ങനെ പറയും, എല്ലാം ഒരു ദൈവനിശ്ചയം പോലെ നടക്കട്ടെ. അപ്പൊ ആ ഒരു ദൈവഹിതം പോലെ, ദൈവനിശ്ചയം പോലെ ഇത് നടക്കട്ടെ എന്ന് പറയണമെങ്കിൽ അത്രയും ഒരു മാനസിക ബലം വേണം. ഇത് പറയാൻ നമ്മൾ ശീലിക്കണം, വേണ്ടേ? രാമൻ അത് പറയാൻ ശീലിച്ചു. ആര് പറഞ്ഞില്ല? ദശരഥൻ പറഞ്ഞില്ല, ഞാൻ കാരണം നീ ദുഃഖം അനുഭവിക്കണല്ലോ, ഞാൻ കാരണം നിന്റെ അവസ്ഥ എങ്ങനെയല്ലോ രാമ, അതുകൊണ്ട് എന്നെ പിടിച്ചു കെട്ടി എത്രയും വേഗം രാജ്യം നീ ഏറ്റെടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ ദശരഥനോടുള്ള ബഹുമാനം കൂടുകയാണോ കുറയാണോ? ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദശരഥനോട് സ്നേഹം കൂടുക, കാരണം പുത്രവാത്സല്യം. വാസ്തവത്തിൽ ദശരഥനോടുള്ള സ്നേഹം കുറയുകയാണ്. അത് കഴിഞ്ഞിട്ട് രാമനെ വിളിച്ച് അങ്ങോട്ട് കരയാൻ തുടങ്ങി. ആ രാമ 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 എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. രാമനാണെങ്കിലോ അവിടെ നിന്നില്ല. രാമൻ പറഞ്ഞു കൈകേയി മാതാവിനോട്, എന്നാൽ ഞാൻ അമ്മയോടും സീതയോടും യാത്ര ചോദിച്ച് എത്രയും വേഗം വരാം എന്ന് പറയുകയാണ്. അങ്ങനെ കൗസല്യ മാതാവിൻ്റെ അടുത്ത് യാത്ര ചോദിക്കാൻ വേണ്ടി ആര് വരുന്നു? രാമൻ വരും. ആ രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാമൻ ഇങ്ങനെ പട്ടാഭിഷേകത്തിന് തയ്യാറായി, യുവരാജാവാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ തകിടം മറച്ചിലൊക്കെ ഉണ്ടായത്. ആ തകിടം മറതി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അമ്മയുടെ അടുത്തെത്തി. ഇനി അമ്മയോട് യാത്ര ചോദിക്കണം. അമ്മയാണെങ്കിലോ കാലത്തെണീറ്റ് പാവം വ്രതവും അനുഷ്ഠാനങ്ങളും തപസ്സും നാമജപവുമായിട്ട് മുഴുകിയിരിക്കുകയാണ്. അതായത് മകന്റെ പട്ടാഭിഷേകത്തിന് യാതൊരു വിഘ്നങ്ങളും സംഭവിക്കാതിരിക്കാൻ, ആ മകന് എല്ലാ ക്ഷേമവും ഐശ്വര്യവും കല്യാണവും ഉണ്ടാവാൻ വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയാൻ വേണ്ടിയിട്ടാണ് ആ അമ്മ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാമം ജപിക്കുന്ന കൗസല്യയുടെ അടുത്തേക്കാണ് ഇവിടെ രാമൻ എത്തിച്ചേരുന്നത്. അപ്പൊ രാമൻ എങ്ങനെയാണ് അമ്മയോട് യാത്ര ചോദിക്കുക? രാമൻ അറിയാം ഇത് താങ്ങാനുള്ള, ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ആർക്കുണ്ടാവില്ല? അമ്മയ്ക്കുണ്ടാവില്ല. അപ്പൊ അത് എങ്ങനെ അവതരിപ്പിക്കും അല്ലേ? ഇവിടെ ഒരു രസം കാണുന്നത്, അമ്മ തന്നെ രാമന്റെ മുഖത്തേക്ക് നോക്കി. രാമൻ ചെന്ന് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കിയപ്പോ അമ്മ മുഖത്തേക്ക് നോക്കി. ആ മുഖം കണ്ടപ്പോഴേ അമ്മയ്ക്ക് പിടികിട്ടി കാര്യം. ആ മുഖത്ത് രാമൻ ഇങ്ങനെ സന്തോഷമൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് വായിച്ചെടുക്കാൻ പറ്റി. അതാണ് അവിടെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. 990 ശ്ലോകങ്ങളിൽ നിങ്ങൾക്ക് കാണാം. എന്തൻ മകനെ മുഖം ഭുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതീനാശു നീ എന്നു മാതാവോ പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കീരകൂവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു, ഇപ്പോൾ ഭുജിപ്പാനവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. ഇതൊരു മനോഹര വരികളാണ്. നോക്കൂ, ഇതൊരു അമ്മയായാലും അല്ലേ, തൻ്റെ പുത്രൻ ഒരു നിമിഷം കൊണ്ട് തന്നിൽ നിന്നകന്ന് ഒരു ചെയ്യാത്ത തെറ്റിന് കാട്ടിലേക്ക് പോവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അമ്മ ഇങ്ങനെ സ്വപ്നം കാണാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് ദശരഥ മഹാരാജാവിൻ്റെ കൂടെ കുറച്ചു കാലം കഴിഞ്ഞെങ്കിലും
പെട്ടെന്ന് അദ്ദേഹം കൈകേയിയിൽ ആകർഷനായി. പിന്നെ കൈകേയിയുടെ ഭർത്താവായിട്ട് വസിക്കുമ്പോൾ ഒരു ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ ജീവിച്ച ആളാണ് ആര്? കൗസല്യ മാതാവ്. പിന്നെ കൊട്ടാരത്തിലായതുകൊണ്ട് ആരും ഇതൊന്നും പറയുന്നുമില്ല. അവിടുത്തെ കാര്യങ്ങളിൽ അങ്ങനെ ഇങ്ങോട്ട് മുഴുകി പോകുന്നതുകൊണ്ട് അറിയുന്നില്ല എന്ന് മാത്രം. അല്ലെങ്കിൽ ഡിപ്രഷൻ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുട്ടികളാവുന്നത്. രാമനെ കിട്ടി, സന്തോഷമായി. കാരണം വീണ്ടും ഒരു പ്രതീക്ഷകളായി. അതിനിടയ്ക്ക് മരുമകളും വന്നു, നല്ലൊരു മരുമകളെയും കിട്ടി. ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ആ സന്തോഷത്തിന്റെ നാളുകൾ കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് യുവരാജ സ്ഥാനത്തിലേക്ക് രാമൻ വരുന്നത്. അപ്പം ഒരമ്മയെ സംബന്ധിച്ച് കുറച്ചുകൂടി തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മക്കൾക്ക് വേണ്ടി എന്തും നേടാൻ അമ്മമാർക്ക് അതിൽ കുറച്ചുകൂടിയും ഒരു സന്തോഷം വളരെ കൂടുതലായിരിക്കും. അത് അമ്മമാരുടെ ഒരു പ്രത്യേകതയാണത്. സ്നേഹവും വാത്സല്യവും കാരുണ്യവും ദയയും ഒക്കെ സ്ത്രീകളിൽ സഹജമാണത്. അപ്പൊ ഈ മകന് ഇത്രയും ഒരു സ്ഥാനമൊക്കെ കിട്ടുന്നതിൽ സന്തോഷത്തോടെ വ്രതനിഷ്ഠകൾ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ദുരന്തം കേൾക്കുന്നത്. രാജഭരണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, രാജ്യത്തിൽ നിന്ന് തന്നെ രാമൻ പുറത്തു പോകണം എന്ന ഒരു വാർത്ത ആ ഒരു കൗസല്യ മാതാവ് എങ്ങനെയായിരിക്കും കേൾക്കുക, എങ്ങനെ പ്രതികരിക്കണം? അപ്പൊ എന്തോ രാമന് ഉള്ളിൽ ഭയമുണ്ട്. എന്താ ഭയം? ഇതെങ്ങനെ അമ്മയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്? അപ്പൊ അത് ആ ചിന്ത രാമനെ അലട്ടുന്നത് കൊണ്ട് അമ്മയ്ക്കത് വായിച്ചെടുക്കാൻ പറ്റി. എന്തോ രാമൻ എന്നിൽ നിന്നും ഒളിപ്പിക്കുന്നുണ്ട്. അതാണ് എന്തൻ മകനെ മുഖംബുജം പാടുവാൻ. എവിടെയോ മകന്റെ മുഖത്ത് ഒരു കോട്ടം, ഒരു വിഷമത്തിന്റെ ദുഃഖത്തിന്റെ നിഴൽ ആര് കണ്ടുപിടിച്ചു? നിങ്ങൾ നോക്കൂ, ഇവിടെ ആ ഒരു സന്ദർഭം നോക്കൂ. നിങ്ങൾക്ക് ഈ കഥയെ നമ്മൾ വേറെ രീതിയിൽ കാണാം. കൗസല്യക്ക് അറിയില്ല ഇവിടെ കൈകേയിയുടെ അടുത്തേക്ക് രാമൻ പോയത്. ഉണ്ടോ? പക്ഷെ ഒരു കാര്യം കൗസല്യ മാതാവ് മനസ്സിലാക്കി. എർലി മോർണിംഗ് രാജാവിനെ കാണാൻ സുമന്ത്രര് രാമനെ വിളിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കാം എന്ന് ഊഹിക്കാൻ മാത്രമുള്ള സൂക്ഷ്മ ബുദ്ധി ആർക്കുണ്ടായിരിക്കും? അതാണ് ചില അമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധം. അതാണ് ഇന്നിപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള അമ്മമാര് കുറവാണ്. ഇന്നിപ്പോ പറഞ്ഞാൽ പോലും മനസ്സിലാവാത്ത അമ്മമാരാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പല അമ്മമാരുണ്ടല്ലോ കുറെ വ്രതനിഷ്ഠമുള്ളവരാവണം. ഈ നോക്കൂ, നിങ്ങള് കൈകേയി 2 വരം ചോദിച്ചു മന്ദരയുടെ സ്വാധീനത്താൽ. ഭരതൻ വന്ന് എങ്ങനെ പ്രതികരിക്കുമെന്ന് പാവം കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ആർക്കുണ്ടായില്ല? ആ കൈകേയിക്ക് ഉണ്ടായില്ല. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഭരതന്റെ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ ഭരതനുമായിട്ട് അങ്ങനെ ഒരു കണക്ടിവിറ്റി, എന്നതിന് വൈബ് എന്ന് പറയും അല്ലേ? ഒരു വൈബ് കണക്ഷൻ ആർക്കുണ്ടായില്ല? കൈകേയിക്കും ഭരതനും തമ്മിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇവിടെ കൗസല്യക്ക് ആരോടുണ്ട്? രാമന്റെ മുഖം വായിച്ചെടുക്കാനുള്ള കഴിവ്, രാമൻ ഒളിപ്പിച്ചു വെച്ച ദുഃഖത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായി? കൗസല്യക്കുണ്ടായി. അങ്ങനെയുള്ള ഒരു അമ്മമാരുടെ മക്കളുണ്ടല്ലോ വഴിതെറ്റുന്നത് വളരെ കുറവായിരിക്കും. ഇന്നിപ്പോ പല മക്കളും അമ്മയുടെ മുന്നിൽ ഒന്നും തുറന്നു പറയുകയില്ല, അമ്മയ്ക്കൊട്ട് മനസ്സിലാക്കാനും പറ്റില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അമ്മമാര് ഇവൻ ഇത്രയും കാലം ലഹരി ഉപയോഗിക്കുന്നു, ഇവൻ ഇത്രയും കാലം വേണ്ടാത്ത കൂട്ടുകെട്ടുണ്ടായിരുന്നോ, ഇവൻ ഇത്രയും കാലം ഇതുണ്ടായിരുന്നു അതുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാലം അവനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല, അവന്റെ പെരുമാറ്റത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? ഈ തരത്തിൽ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഈ ജമ്മു കാശ്മീരിലൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പുതിയ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാല് തീവ്രവാദ പ്രവർത്തനത്തിന് കൂട്ടുനിന്നാൽ വീട് തന്നെ പൊളിച്ചു കളയും. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ 2 എണ്ണത്തിന്റെ ഒരു 6 എണ്ണത്തിന്റെ വീടാ പൊളിച്ചത്. ആ സ്ത്രീകളൊക്കെ കൂടി പൊട്ടിക്കരയലും ബഹളവും ഒക്കെ ആയിട്ട്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് സിസ്റ്റം പറഞ്ഞു, നിങ്ങൾ കരഞ്ഞുകൊണ്ട് യാതൊരു, ഇപ്പൊ നിങ്ങൾക്കറിയില്ലേ മക്കള് തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അവര് വേറെ ചില കൂട്ടുകെട്ട്, നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ അറിയിച്ചില്ല? അപ്പം അമ്മമാരുടെ ജോലി അതും കൂടി ഉണ്ട് എന്ന് പറയുകയാണ്. അതായത് മക്കളുമായി അത്രയും ഒരു ആത്മാർത്ഥമായ ആത്മീയമായൊരു ബന്ധമുണ്ടാവണമെങ്കിൽ അതിന് ചില വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവണം. ഇതില്ലെങ്കിൽ ഇനി അപകടമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല, പല രാജ്യങ്ങളും, ഇപ്പൊ ഓസ്ട്രേലിയ,
തുടങ്ങിയ അയർലൻഡ് പുതിയ പുതിയ രാജ്യങ്ങളിലൊക്കെ കുട്ടികൾക്ക്, അതായത് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ രക്ഷിതാക്കൾക്കെതിരെ ശിക്ഷയാണ്. 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ അവരെ സോഷ്യൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം കുട്ടികളുടെ ഇടയിൽ പല മാനസിക പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് പല രാജ്യങ്ങളും, ഇപ്പൊ നമ്മുടെ രാജ്യത്തിൽ നിയമം പാസ്സായി കഴിഞ്ഞാൽ കുറെ പൊട്ട അമ്മമാരുണ്ട്, രാവിലെ പ്രസവിച്ച പിറ്റേന്ന് മുതൽ ഇതിൻ്റെ ഇല്ലാതാ കൊടുക്കുന്നത്. കാരണം ഇതിനെ എങ്ങനെ അടക്കി ഇരുത്താൻ ഈ ഒരു സാധനം വെച്ച് ഇരിക്കുന്നവരുണ്ട്. ഇനിയിപ്പോ നോക്കൂ നിങ്ങൾ, ഇതെങ്ങാനും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്ത അമ്മ അകത്തായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം ഓരോ രാജ്യത്തും ചില നിയമങ്ങൾ വരുമ്പോൾ കുട്ടികളുമായിട്ടുള്ള ആ ബന്ധങ്ങൾ കൃത്യമായി കൊണ്ടു നടന്നില്ലെങ്കിൽ ആ കുട്ടികൾ കാരണം പിന്നീട് ദുഃഖിച്ച് ദുരിതം അനുഭവിച്ച് മാറേണ്ടി വരും, അല്ലേ? ഇതൊക്കെ പല രക്ഷിതാക്കളും അറിയുന്നില്ല പല കാര്യങ്ങളും. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഇനിയുള്ള കാലം കുറച്ച് സമയം ഒരു ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ടില്ലെങ്കിൽ, ചില വിവേക ബുദ്ധി നമുക്ക് ഇല്ലാതെ പോയാൽ ചില അപകടങ്ങളിൽ ചെന്ന് ചാടേണ്ടി വരും. പിന്നെ ദുഃഖിച്ചിട്ടും പരിഭവം പറഞ്ഞിട്ടും പ്രയാസപ്പെട്ടിട്ടും പറയൂ കാര്യമില്ല. മനസ്സിലാവുണ്ടോ? അവിടെയൊക്കെയാണ് നമുക്ക് കൗസല്യയോട് ബഹുമാനം വരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്തായിരിക്കും വിശ്വാമിത്ര മഹർഷി രാമനോട് പറഞ്ഞത് കൗസല്യ സുപ്രജാ രാമ എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എന്താ ദശരഥ സുപ്രജാ രാമ എന്ന് പറയാത്തതിന്റെ കാരണം എന്തായിരിക്കും? ആണുങ്ങൾ കൊള്ളരുതാത്തവരും പെണ്ണുങ്ങൾ നല്ലവരായതുകൊണ്ടാണോ? എന്തുകൊണ്ടായിരിക്കും? അച്ഛനല്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്, അല്ലേ? എന്നിട്ടും അച്ഛന്റെ പേരല്ല പറഞ്ഞത്, കൗസല്യ സുപ്രജ എന്നാ പറഞ്ഞത്. എന്താ കാരണം? എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ ഈ വിഷയമൊക്കെ പറഞ്ഞില്ലേ? എന്താണ് അങ്ങനെ ഒരു വരികൾ പറയാൻ കാരണം? കാരണം മകനുമായി ഒരു ആത്മീയ ബന്ധം ഉണ്ടായിരുന്നത് കൗസല്യക്ക് ഉണ്ടായിരുന്നു. ആർക്കുണ്ടായിരുന്നില്ല? ദശരഥൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ആത്മീയ ബന്ധമുള്ളവർക്കേ ഉള്ളറിവുണ്ടാവുള്ളൂ, ഉൾകണക്ഷൻ ഉണ്ടാവും. അപ്പോഴേ മറ്റൊരാളുടെ മനസ്സിൽ നടക്കുന്ന അന്തർഗതങ്ങളെ, ഉൾവിചാരങ്ങളെ, മനോവിഭ്രാന്തികളെ, മാനസിക പ്രശ്നങ്ങളെ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? രാമന്റെ മനസ്സിൽ ചില വിഷമങ്ങൾ ഉണ്ടെന്ന് കൗസല്യക്ക് പറയാതെ അറിയാൻ സാധിച്ചു. പറഞ്ഞിട്ടില്ലേ? രാമന്റെ അക്ഷരം മിണ്ടിയില്ല. ഇതാരാ പറയുന്നത്? എന്തൻ മകനെ മുഖംഭുജം വാടുവാൻ എന്ന് പറയണമെങ്കിൽ ആ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? കൗസല്യക്ക്. പറഞ്ഞില്ലേ? രാമൻ പറഞ്ഞില്ല. പിന്നെ വിശന്നത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മാതാവിനോട് പറയാണ്, ഇപ്പോൾ ഭുജിപ്പാൻ പറ്റില്ല, ഇപ്പോൾ ഭക്ഷിക്കാനുള്ള സമയം, ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല, ക്ഷിപ്രം ആരണ്യവാസത്തിനു പോകണം. പിന്നെ കാര്യം പറഞ്ഞു. കേകയ പുത്രിക്ക് പിതാവ് 2 വരം കൊടുത്തു. 1 ഭരതനെ വാഴിക്കണം, 2 എന്നെ വനത്തിലേക്ക് അയക്കണം എന്ന്. ഇത് കേട്ടതും പിന്നെ അങ്ങോട്ട് ബോധം കെട്ട് വീഴുന്ന കൗസല്യയും പിന്നെ ആ ബോധത്തിൽ നിന്ന് ഉണർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എന്തിനാണ് അച്ഛൻ ഇത്രയും ഒരു ക്രൂരത നിന്നോട് ചെയ്തത്? ഭരതൻ വേണമെങ്കിൽ ചക്രവർത്തിയുണ്ട്, അതിന് നീ എന്തിനാണ് കാട്ടിലേക്ക് പോകണം? നോക്കൂ, രാജമാതാവാൻ പോകുന്ന ആ അമ്മയുടെ സ്ഥാനം നഷ്ടപ്പെട്ടതിനേക്കാളുപരി അമ്മയ്ക്കുള്ള വേദന എന്താണ്? അമ്മയുടെ വേദന എന്താണ്? രാമൻ 14 വർഷം കാട്ടിപ്പോണമെന്നുള്ള ക്രൂരത എന്തിനാണ് രാമനോട് കാണിച്ചത്? ഇത്രയും ക്രൂരത രാമനോട് കാണിക്കേണ്ടതുണ്ടോ? രാമൻ ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്ന ഒരാളല്ല. എന്നിട്ട് എന്തിനാണ്? എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ ഇതിലേക്ക് പോയാൽ, കാട്ടിലേക്ക് പോയാൽ ഞാൻ ദണ്ഡധാരാലയത്തിന് പോയിടുവൻ എന്ന് പറഞ്ഞാലത്തെ അർത്ഥം, ഞാൻ ആത്മഹത്യ ചെയ്ത് മരിച്ച് ശരീരം ഉപേക്ഷിച്ച് കളയുന്ന പൈതലെ വേറിട്ട് പോയ പശുവിനെ ആദി പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ എന്നൊക്കെ അമ്മ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, എന്ത് ചെയ്ത തെറ്റിനാണ് നിന്നെ രാജാവ് കാട്ടിലേക്ക് അയക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അച്ഛൻ നിന്നോട് പോണെന്ന് പറഞ്ഞാൽ പോകരുതെന്ന് ഞാൻ പറയുന്നൊക്കെയാണ്. ഞാൻ നിന്നോട് പറയും പോകരുത്, നീ അതനുസരിക്കണം. ഇതൊക്കെ പറഞ്ഞങ്ങോട്ട് വളരെ പൊട്ടിക്കരഞ്ഞപ്പോൾ അവിടെ നമുക്ക് കാണാം, അമ്മയുടെ ഈ വിഷമങ്ങൾ കണ്ട് പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മണനെ, സ്വന്തം അച്ഛനെ കൗസല്യ മാതാവിന്റെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കുന്ന ഒരു ലക്ഷ്മണനെ നിങ്ങൾക്ക് കാണാം.
ലക്ഷ്മണന് ഇതൊന്നും സഹിക്കാൻ സാധിച്ചില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, അച്ഛനെ വിളിക്കുകയാണ് ഭ്രാന്തചിത്തം. എന്ന് വെച്ചാൽ എന്താണ് ഭ്രാന്തചിത്തം എന്ന് പറഞ്ഞാല്? മനോരോഗിയായി മാറിയിരിക്കുന്നു. ആര്? ഭ്രാന്തനായി മാറിയിരിക്കുകയാണ് അച്ഛൻ. ഭ്രാന്തചിത്തം, ജഡം, ചത്തുപോയ മനുഷ്യൻ, വൃദ്ധം, കിളവൻ നമ്മൾ പറയില്ലേ, കിളവൻ. പിന്നെ വധൂജിതം എന്ന് വെച്ചാൽ പെൺകോന്തൻ. സ്വന്തം അച്ഛനെ പറ്റിയ പേരുകൾ അതൊക്കെ. പിന്നെന്താണ്? ശാന്തേതരം, പ്രഭാഹീനം, ലജ്ജയില്ലാത്തവൻ, ചടപ്രിയൻ. എന്നിട്ട് ബന്ധിച്ചു താതനെയും പരിബന്ധികളെയും ഒക്കെ അന്തകൻ വീട്ടിലേക്ക് അയക്കുന്നു. എന്ന് വെച്ചാൽ അച്ഛനെ ഞാൻ തട്ടിക്കളയുന്ന, അച്ഛനെ തട്ടാൻ പോലും എനിക്ക് യാതൊരു പേടിയില്ല. സ്വന്തം അച്ഛനെ തട്ടിക്കളയുന്നു പറഞ്ഞ ആളാണ് ആര്? ലക്ഷ്മണൻ. എന്താ വരികളൊന്നും നിങ്ങൾ നോക്കൂ. അത്രയും ആ ദേഷ്യം തലയ്ക്ക് കയറിയിട്ട്, അതുകൊണ്ട് ബന്ധമില്ലേതെന്ന് ശോകിപ്പതിന്, രാമ ഇവിടെ ഇരുന്ന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ അമ്മയ്ക്കൊന്നും ദുഃഖം കൊടുക്കേണ്ട കാര്യമില്ല. ആ കിളവരെ തട്ടി, ആ കിളവന്റെ കൂടെയുള്ളവരെ തട്ടി നമുക്ക് രാജ്യമൊക്കെ ഏറ്റെടുത്ത് കാര്യങ്ങൾ നടത്താം. ഈ രീതിയിൽ അത്യന്തം കോപിഷ്ഠനായി രാമനോടുള്ള വാത്സല്യം കൊണ്ട് ആ ദശരഥ പുത്രനായ ലക്ഷ്മണൻ മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പൊ കൈകേയിയുടെ മനസ്സ് വികൃതമായപ്പോൾ അതിലും വികൃതമായി ആരുടെ മനസ്സ്? കൈകേയി ദശരഥനെ ഫ്ലാറ്റ് ആക്കിയിട്ടുള്ളൂ. അയാൾ തളർന്ന് കിടക്കുകയാണ്. ഇത് ദശരഥനെ തട്ടാൻ പോലും ആര് തയ്യാറായി? സ്വന്തം പുത്രൻ തയ്യാറായി. അപ്പൊ ഇതിലൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനുഷ്യന് ബന്ധങ്ങളല്ല വലുത്, സ്വാർത്ഥതയാണ് വലുത്. മനുഷ്യന് ബന്ധങ്ങളല്ല വലുത്, അവനവന്റെ സ്വാർത്ഥതയാണ്. അപ്പൊ ആ സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഇപ്പൊ രാമനോടുള്ള ഒരു സ്വാർത്ഥ സ്നേഹം ലക്ഷ്മണനുണ്ട്. ഇപ്പൊ രാമൻ കാട്ടിൽ പോയപ്പോ ലക്ഷ്മണൻ ഇത്രയും പൊട്ടിത്തെറിക്കണ എന്താ കാരണം? ലക്ഷ്മണൻ ഇത്രയും കാലം ഈ ഇത്തിൽക്കണ്ണി പോലെ നിൽക്കണത് ആരുടെ മേല്? ഇത്തിൽക്കണ്ണിക്ക് വളരണമെങ്കിൽ ഏതെങ്കിലും നിങ്ങളെ വീട്ടിൽ കയ്പ നട്ടു, പാവയ്ക്ക് എവിടെ കയ്പ നല്ല പറയാ അല്ലേ? കയ്പ നല്ല പറയാ അല്ലെ? ഇവിടെ അതല്ലേ പറയാ. ഈ കയ്പ നിങ്ങൾ നട്ടു. അപ്പൊ അതിന് വളർന്നു വരണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു കമ്പ് വെച്ച് കൊടുക്കണം, സപ്പോർട്ട് വെച്ച് കൊടുക്കണം അല്ലേ? ആ സപ്പോർട്ടിന്റെ മുകളിലാണ് പാവം ഇത് സ്പ്രിങ് ചുറ്റി പിടിച്ചു വരിക. അതിൻ്റെ ഇടയിൽ സപ്പോർട്ട് വീണു പോയാൽ ആ വള്ളി എന്ത് ചെയ്യും? അതിർന്ന് കരയും. ഇരുന്നിട്ട് ആരാകെ ഉള്ളൊരു പിടുത്തം രക്ഷപ്പെടും. ഇതുപോലെ ലക്ഷ്മണൻ ഈ വള്ളിയാണ്, കമ്പാണ് ആര്? രാമൻ. ഇപ്പൊ രാമൻ കാട്ടിൽ പോയപ്പോ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാലേ. അപ്പൊ ഇരുന്ന് കരയില്ല, നിവൃത്തില്ല. ഈ ഒരു അവസ്ഥ വരുത്തി വെച്ചതിന് കാരണം ഈ ദശരഥനാണ്. അയാൾ പെൺകോന്തനായതുകൊണ്ടാണ്. ആ പെണ്ണ് പറയുന്ന വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അയാളെ തന്നെ തട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പൊ രാമൻ നഷ്ടപ്പെടുമോ എന്നൊരു പേടി ആർക്ക്? ലക്ഷ്മണന്. രാമൻ നഷ്ടപ്പെടുക പറഞ്ഞാൽ 14 വർഷം ഇനി രാമന്റെ കൂടെ എനിക്കിത് ഇരിക്കാൻ പറ്റില്ല. രാമൻ ഇല്ലാത്തൊരു അയോധ്യയിൽ ഞാൻ ഇരിക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അച്ഛനും ഇല്ലാത്തൊരു അയോധ്യയിൽ ഞാൻ ഇരിക്കണം. ഈ ഭരതനായിട്ട് അത്ര ഒരു കണക്ഷൻ ലക്ഷ്മണൻ അത്രയും ഉണ്ടാവണമെന്നില്ല. കാരണം കൂടുതലും ശത്രുഘ്നനും ലക്ഷ്മണനും ഭരതനും തമ്മിലാണ് ഒരു കണക്ഷൻ ഉള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വിഷമത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറിയാണ് ഇവിടെ ലക്ഷ്മണനിൽ നമ്മൾ കാണുന്നത്. ഓരോ കഥാപാത്രത്തെയും ആഴത്തിലിരുന്ന് പഠിക്കുമ്പോണ്ടല്ലോ, ഓരോരുത്തരുടെയും സ്വാർത്ഥതയ്ക്ക് കിട്ടുന്ന ചില വേദനകള്, മുറിവുകള്, അത് അവരുടെ സ്വഭാവത്തെ തന്നെ സ്വാധീനിക്കുന്നു. എന്നാൽ സ്വാർത്ഥതയെ മാറ്റി ദൈവഹിതമായി കാണുന്ന രാമനെ ഇതൊന്നും അവർക്ക് പറയൂ ബാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇതിലേത് തലത്തിൽ നിൽക്കണം? സ്വാർത്ഥതയുടെ പക്ഷത്ത് നിൽക്കണോ? സ്വാർത്ഥതയുടെ പക്ഷത്ത് നിൽക്കണോ? കേട്ടില്ല. സ്വാർത്ഥതയുടെ പക്ഷത്ത് നിൽക്കണോ? ദൈവഹിതത്തിന്റെ പക്ഷത്ത് നിൽക്കണോ? ഏത് പക്ഷത്ത് നിൽക്കണം? അത് പറയാനുള്ള ധൈര്യം എത്ര പേർക്കുണ്ട്? ഇന്ന് മുതലെങ്കിൽ അത് നിന്ന് പരീക്ഷിക്കണം, അത് പരിശീലിക്കണം എന്ന് പറയാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? നന്നായി. അപ്പൊ ഇവിടെ 2 സ്ഥലത്ത് നമുക്ക് കാല് വെക്കാം. ഒന്നുകിൽ സ്വാർത്ഥതയിൽ, അല്ലെങ്കിൽ ദൈവഹിതം. ഇത് ദൈവനിശ്ചയം. മനസ്സിലായില്ലേ?
ഇത് ദൈവനിശ്ചയമാണ്, ദൈവഹിതമാണ് എന്ന് പറയാനുള്ള ഒരു ആരെ പോലെ പറയണം? രാമനെ പോലെ. അപ്പൊ നമുക്ക് എന്തു പറയാം? രാമൻ എന്താ പറഞ്ഞത്? 2 വരങ്ങൾ ചോദിച്ചപ്പോ കേട്ടപ്പോ രാമൻ എന്താ പറഞ്ഞത്? ഇതിനെന്താ ഒരു വിഷമം, ഇതിനെന്താ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ള ഒരു എന്ത് കിട്ടും? മനോബലം നമുക്കും നേടിയെടുക്കാൻ സാധിച്ചാൽ രാമായണത്തിലൂടെ അറ്റ്ലീസ്റ്റ് നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ടുന്ന അല്പം ഒരു വെളിച്ചം നേടിയെടുത്തൂടെ? വേണോ? പറയൂ. ഇതിനാണ് രാമായണം നമ്മൾ പഠിക്കുന്നത്. ഇതാണ് രാമായണത്തിന്റെ മഹത്വം. അപ്പൊ നോക്കൂ, ഇത് വെറും ഒരു ഇതിഹാസമല്ല, ഇത് വെറും ഒരു കഥയല്ല. ഇത് മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയുള്ള ജീവിതം നിങ്ങൾക്ക് നയിക്കണം എന്നത് നമ്മുടെ മുന്നിൽ വെളിച്ചത്തിൽ നല്ല വൃത്തിയായിട്ട് കൃത്യമായി കാണിച്ചു തന്ന് തിരഞ്ഞെടുക്കാൻ ഒരു അവസരം തരികയാണ്. നമുക്കും പൊട്ടിത്തെറിച്ച് കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെയും ജീവിക്കാം, ദശരഥനെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ലക്ഷ്മണനെ പോലെ ആവാം, അല്ലെങ്കിൽ നമുക്ക് രാമനെ പോലെ ദൈവഹിതമായി കണ്ട് ഇതിനെല്ലാം നിസ്സാരതയോടെ കണ്ട് കടന്നു പോവാനും സാധിക്കും. ആ തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അതിന് മനസ്സിന് ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. താനെ മനസ്സത് പറയില്ല. നിരന്തര പരിശീലനത്തിലൂടെ മനസ്സിനെ ആക്കിയെടുത്താൽ ഒരു ദിവസം നമുക്കും പറയാം, ഇതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം ഇതെല്ലാം ഒരു ദൈവനിശ്ചയമായ ജീവിതത്തിൽ വന്ന് നിന്ന് കടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്തിനാണ് ഇതിലൊക്കെ അസ്വസ്ഥത ആവേണ്ടത് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ സാധിക്കും. അപ്പം മനസ്സിലുള്ള ഒരു വലിയ യുദ്ധം, മനസ്സിലുള്ള ഒരു വലിയ പ്രക്ഷുബ്ധത, മനസ്സിലുള്ള വലിയൊരു പൊട്ടിത്തെറി നമുക്ക് തന്നെ